എടാ, അവളുടെ അവന്റെ കല്യാണം നടത്താൻ പ്രതാപന്റെ വക പച്ചക്കൊടി. ആരുടെ കല്യാണം? രാജുവിന്റെയും ഹൃതികയുടെയും. വല്യമ്മ സമ്മതിച്ചോ? അവനെ കൊണ്ട് സമ്മതിപ്പിച്ചതായിരിക്കും. ബ്രെയിൻ വാഷ്. ആ സരസ്വതിയെ ഇതിനകത്ത് വലതുകാല് വെച്ച് കയറിയപ്പോ മുതലേ ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചതാ. അവരിതും ഇതിനപ്പുറവും ചെയ്യുമെന്ന്. വല്യമ്മാവനെ കിളവി കയ്യിലെടുത്തല്ലേ? കയ്യിലെടുക്കുന്നത് എന്തിന്? അവൻ അവരുടെ കയ്യിലേക്ക് ചെന്ന് വീഴുമല്ലോ. പ്രതാപനെ അമ്മായി അമ്മയുടെ വാക്കുകൾ കേട്ടു തുടങ്ങി. ഇതാപത്താ. ഭാര്യയുടെ വാക്ക് കേട്ട് ജീവിക്കാതിരിക്കാനാ അവളെ ഞാൻ അവന്റെ ജീവിതത്തിൽ നിന്ന് തുരത്തിയത്. അവളെ ഞാൻ ഈ ഡിസ്ട്രിക്റ്റിൽ നിന്ന് എന്നെ നാട് കടത്തി. അവളെ അവന്റെ ശത്രുവാക്കി. അപ്പോഴാ പുതിയൊരു അവതാരം ഇപ്പൊ ഉടലെടുത്തിരിക്കുന്നേ. അമ്മായി അമ്മ സൂര്യമംഗലത്തെ സരസ്വതി വർമ്മ തമ്പുരാട്ടി. അമ്മയോട് ഞാൻ പലവട്ടം പറഞ്ഞല്ലേ ആ കാര്യം എനിക്ക് വിട്ടേക്കുന്നു. കൊട്ടേഷൻകാരെ കൊണ്ട് ഞാൻ അവരെ തീർക്കുമായിരുന്നു. നിന്നെപ്പോലെ ബുദ്ധിമോശം കാണിക്കുന്നവളല്ല ഈ അംബിക. അവരെ അങ്ങനെ അങ്ങ് തീർത്താ ശേഖരനും യാമിനിയും ഉറപ്പായി നമുക്ക് നേരെ വിരളി ചൂണ്ടും. പക്ഷെ ഈ മാരണത്തൊന്നും ഒഴിവാക്കണമല്ലോ. ഇപ്പോ അവരെ ഒഴിവാക്കുന്നതല്ലടാ നമ്മുടെ മുഖ്യ പ്രശ്നം. ഈ കല്യാണം നടക്കാൻ പാടില്ല. കല്യാണം നടക്കില്ല അമ്മേ. രാജു ഋതികയെ താലി കെട്ടില്ല. പ്രതാപവർമ്മേ രാജുവിന് ദൈവസ്ഥാനത്താ. പ്രതാപം പറഞ്ഞ രാജു അനുസരിക്കാതിരിക്കില്ല. അനുസരണയുള്ളൊരു നായയാണവൻ. ആലാട്ടി നടക്കുന്ന നായ. ഈ കല്യാണം നടക്കാതിരിക്കാൻ നമ്മൾ എന്താ അമ്മ ഉടനെ ചെയ്യേണ്ടത്? ആ വഴി ആലോചിക്ക്. എടാ, ഞാനും അത് തന്നെ ആലോചിക്കുന്നേ. ഒരു ഗത്യന്തരവും ഇല്ലെങ്കിൽ